ഈ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഇച്ചു പാൽക്കപ്പ ഓർഡർ ചെയ്യാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിലുണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചുവിന് പാൽക്കപ്പ ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്നത് ഫ്രോസൺ കപ്പയാണ്. അത് ഓൾറെഡി വാഷ് ചെയ്ത് നുറുക്കി കിട്ടിയിട്ടുള്ളതാണ്. അത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് 1 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. വേവിച്ച കപ്പ ഞാനൊരു പാനിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് 3 വലിയ ചുവന്നുള്ളിയും 2 പച്ചമുളകും ചതച്ച് ചേർക്കാം. ശേഷം ഇതിലേക്ക് 400 ml തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നു വേണം കപ്പ നന്നായി വെന്തുടഞ്ഞു കിട്ടാൻ. ഈ കാണുന്നത് പോലെ കപ്പ വെന്തുടഞ്ഞു കിട്ടിയെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് പാകത്തിനാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്. അവസാനമായി കപ്പയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന്റെ ഭാഗമായി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. താളിക്കാനായി 3 ചെറിയ ചുവന്നുള്ളി അരിഞ്ഞതും 3 വറ്റൽമുളകും എടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഇത് ഈ പരുവമായി കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എരിവ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. താളിക്കാനുള്ളത് റെഡിയായി കഴിഞ്ഞു. ഇത് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഞാൻ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റിൽ അന്ന് അവർ പാൽക്കപ്പയ്ക്ക് കോമ്പിനേഷനായി വെച്ചിരുന്നത് ബീഫ് ഫ്രൈയും മീൻകറിയുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞാൻ രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പോർക്ക് കറി ഇഷ്ടമാണെങ്കിൽ അതൊരു അടിപൊളി സൈഡാണ് പാൽക്കപ്പയ്ക്ക്. അടിപൊളി ഒരു പോർക്ക് കറി എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ പാൽക്കപ്പ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.